Hi friends, welcome back to my channel. എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ആണ് കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ബോട്ടിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈവച്ച് കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ എന്ന് പറയുമ്പോൾ ലൂസായിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കുറച്ച് ഗ്ലൂ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഓരോരോ ടിഷ്യൂ പേപ്പേഴ്സായിട്ട് അങ്ങ് വെച്ച് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബോട്ടിൽ നന്നായിട്ട് തന്നെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബോർഡ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഗ്രേ കളർ അടിച്ച് കൊടുക്കുകയാണ്. ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കളറില്ലേ, ആ ഗ്രേ കളർ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയം കൂടി കുറച്ച് പണിയുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ തോലങ്ങ് ഉരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഓരോന്നിൻ്റെ ആയിട്ട് ഇങ്ങനെ ഉരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോലാണ് കേട്ടോ വേണ്ടത്, പഴമല്ല വേണ്ടത്, ഇതിൻ്റെ തോലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം തന്നെ എടുക്കണമെന്നില്ല, റോബസ്റ്റ് ആയാലും അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ ആയാലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെ തോലും അങ്ങ് ഉരിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തോല് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോർഡിൽ നമ്മുടെ ഒരു തോലിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വെക്കാം. അപ്പോൾ കുറച്ചും കൂടിയും നമ്മുടെ പണി എളുപ്പമാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മോഡലിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വെയിലത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടപ്പിൻ്റെ സൈഡിലൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടപ്പിൻ്റെ സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ തന്നെ വെക്കണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച 4 മാത്രമല്ല ഇതിലിപ്പോൾ ഉള്ളത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ചുകൂടി ഞാൻ ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതങ്ങ് വെക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിലാണ് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല, ഇങ്ങനെ കമഴ്ത്തിയൊക്കെ വെക്കില്ലേ, ഒരു കോൺ ഷേപ്പിൽ അങ്ങനെയൊക്കെ ആയാലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഒരു വൈറ്റ് കളർ അടിച്ച് കൊടുക്കുകയാണ്. അക്രിലിക് കളർ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കളർ അടിക്കണേക്കാൾ മുമ്പും വൈറ്റ് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ബേസ് കോട്ട് കൊടുത്ത് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് മറ്റ് കളേഴ്സൊക്കെ മുകളിൽ അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിനും ഇതുപോലെ വൈറ്റ് കളർ അടിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ 2 ഭാഗത്തും അടിച്ചു കൊടുക്കുന്നുണ്ട്, പുറത്തും അടിക്കുന്നുണ്ട്, ഉള്ളിലും അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ കാണാനായിട്ട്. അതപ്പോൾ ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ കട്ട് ചെയ്യുന്ന പോലെ പോയിൻ്റ് ആയിട്ടും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രൈ ആക്കാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ വെച്ചാൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സിന് വേണ്ട ലീവ്സും ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു തോലിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ലീവ്സ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി ഫ്ലവേഴ്സ് കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്രോം യെല്ലോയാണ്. ലെമൺ യെല്ലോനേക്കാളും കുറച്ചും കൂടിയും ഡീപ്പായിട്ടുള്ള കളർ, നല്ല അട്രാക്റ്റീവ് കളർ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ലീവ്സിന് പച്ച കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് അടിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. കളർ കൊടുക്കുമ്പോൾ 2 ഭാഗത്തും കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോർഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ നന്നായി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സും ലീവ്സൊക്കെ നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഫെവിബോണ്ട് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഗ്ലൂഗൺ ആണ് യൂസ് ചെയ്യാറ്, ഇപ്പോൾ ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് തന്നെ എല്ലാതും ഒന്നിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഗ്ലൂഗൺ ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് ഫെവിബോണ്ട് ആണ് കേട്ടോ. കുറച്ച് ടൈം എടുത്താലും കുറച്ചും കൂടി നന്നായിട്ട് ഒട്ടിയിരിക്കുന്നത് ഫെവിബോണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് ബോട്ടിൽ നിന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്ന പോലെ കളർ കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉള്ളപ്പോൾ കുറച്ചും കൂടിയും ഈ ഒരു തോൽ നന്നായിട്ട് തന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബോട്ടിലിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം മുന്നിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞു. ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മുടെ ഒരു ലൈറ്റ് ഓറഞ്ച് ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാത്തിലും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രീൻ വെച്ചിട്ട് ലീവ്സിലും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഉള്ളൂ ചെയ്യാനായിട്ട്, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു വേസ്റ്റ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പഴത്തെ തൊലിൽ നിന്ന് നമ്മൾ കളയാണ്ട് ഇതുപോലെ തന്നെ നല്ല നല്ല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ടൈം എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കും, നല്ല നല്ല ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യം മാത്രം പുറത്തിറങ്ങാം കേട്ടോ. അതുപോലെ അടുത്ത വീഡിയോ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അത് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ ആൻഡ് ബൈ.